നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മെയ് 31 വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ സാംശീകരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഉച്ചകഴിഞ്ഞ്, ഫാർമസി പരീക്ഷ 10ലേക്ക് മാറ്റി. ഇന്ന് മംഗളം പത്രത്തിൻ്റെ 4ാമത്തെ പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി വാർത്തയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു: കീം സമയം മാറ്റി, എഞ്ചിനീയറിംഗ് പരീക്ഷ ഉച്ചകഴിഞ്ഞ്. ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കീം പരീക്ഷാ സമയം മാറ്റി. കാൻഡിഡേറ്റ് പോർട്ടലിൽ പുതിയ ഹാൾ ടിക്കറ്റ് ലഭ്യമാക്കുമെന്ന് പ്രവേശന പരീക്ഷാ കമ്മീഷണർ അറിയിച്ചു. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ അടുത്ത മാസം 5 മുതൽ 9 വരെ ഉച്ചകഴിഞ്ഞ് 2 മുതൽ 5 വരെയായിരിക്കും. രാവിലെ പരീക്ഷ നടത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പുതുക്കിയ സമയപ്രകാരം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാർത്ഥികളുടെ റിപ്പോർട്ടിംഗ് സമയം രാവിലെ 11:30 മുതൽ 1:30 വരെയാണ്. അടുത്ത മാസം 6 നടത്തുമെന്ന് അറിയിച്ചിരുന്ന ഫാർമസി കോഴ്സുകളിലേക്കുള്ള പരീക്ഷ 10-ാം തീയതിയിലേക്ക് മാറ്റി. ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ 5 വരെയായിരിക്കും പരീക്ഷ. ഇതിനായിട്ടുള്ള റിപ്പോർട്ടിംഗ് സമയം ഉച്ചയ്ക്ക് 1 മുതൽ 3 വരെയാണ്. കീം 2024 അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള വാർത്തകൾ ഇന്ന് എല്ലാ പത്രവും ഒരുപോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മാധ്യമം പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമത്തിൻ്റെ 5ാമത്തെ പേജിൽ വാർത്തയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു: എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഉച്ചകഴിഞ്ഞ്, ഫാർമസി പരീക്ഷ 10ലേക്ക് മാറ്റി. ഒരു പ്രത്യേക കോളത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ദേശാഭിമാനി പത്രമാകട്ടെ ഈ വാർത്ത 1ാമത്തെ പേജിൽ കീം പരീക്ഷാ സമയത്തിലും തീയതിയിലും മാറ്റം എന്ന സബ് ഹെഡിങ്ങോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതേ വാർത്ത തന്നെ കേരള കൗമുദി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്: എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് പരീക്ഷാ തീയതിയിൽ മാറ്റം. കൂടാതെ കേരള കൗമുദി ഇന്ന് മറ്റൊരു വാർത്ത കൂടെ റിപ്പോർട്ട് ചെയ്യുന്നു: നീറ്റ് UG ഉത്തരസൂചിക പ്രസിദ്ധീകരിച്ചു. മെയ് 5 നടത്തിയ നീറ്റ് UG 2024 ഉത്തരസൂചിക, അതായത് ആൻസർ കീ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. NTA.ac.in എന്ന വെബ്സൈറ്റിൽ പരിശോധിക്കാം. ഉത്തരസൂചികയിൽ പ്രസിദ്ധീകരിച്ച ഉത്തരങ്ങൾ സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ ഇന്ന് രാത്രി 11:50 വരെ ഉന്നയിക്കാൻ അവസരമുണ്ട്. ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം അടയ്ക്കണം. വിദഗ്ധ സമിതിയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ ഉത്തരസൂചികയും ഫലപ്രഖ്യാപനവും. ഇതോടെ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.